ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുന്നോളെ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടില്ല കേട്ടോ. മുളക്ക് നല്ല ശ്വാസം മുട്ടും ചുമ. അവന് ഈ കാലാവസ്ഥയിലാണ് എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് വരും. അപ്പോൾ പിന്നെ അവനെന്താ പറഞ്ഞു വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമായിട്ട് കഴിച്ചത്. ഇപ്പോൾ ഓരോന്നിന് വെള്ളയപ്പം രാവിലേക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ട് അവർക്ക്. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു തടി കുറഞ്ഞ് നല്ല മാറ്റമുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് നല്ല മാറ്റമായി, പെട്ടെന്ന് എന്തൊരു മാറ്റം എന്നൊക്കെ ഒരുപാട് ആൾക്കാരോട് പറയുന്നുണ്ട്. നമുക്ക് സ്വയം അറിയാം, നമ്മൾ സ്ഥിരങ്ങളാണ് ഇവിടെ എപ്പോഴെങ്കിലും കാണുന്നവർക്കായിരിക്കും നമ്മുടെ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാവട്ടെ. കുറേ ആൾക്കാരാണ് നല്ലോണം മാറ്റമായിട്ട് നല്ല തടി കുറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലർ കമൻ്റ് ഉണ്ട്, ജിമ്മിന് പോയിട്ട് ജിമ്മിൻ്റെ പവറിലാണ് തടി കുറഞ്ഞ്. ഞാൻ ജിമ്മിൻ്റെ പവറിലൊന്നും അല്ലാണ്ട് തടി കുറഞ്ഞ് തീർത്തും ഞാൻ പറയാം. ഒരിക്കലും ജിമ്മിന് പോയിട്ടല്ല ഞാൻ തടി കുറഞ്ഞു. ഞാൻ എൻ്റെ ഡയറ്റിങ്ങിനോട് കൂടിയിട്ടാണ് എൻ്റെ തടി ഞാൻ കുറച്ചിരുന്നത് കേട്ടോ. എൻ്റെ ഫുഡിൻ്റെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും വെയിറ്റ് കുറച്ചത്. 7-8 കിലോത്തോളം കുറവ് വന്നത് ഡയറ്റിങ്ങിൻ്റെ ഇതിൽ മാത്രമാണ്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ ജിമ്മിന് പോയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ നമുക്ക് ജിമ്മിന് പോയി തുടങ്ങിയാലും നമുക്ക് ഇപ്പം ഞാൻ ഇതിന് മുന്നേ ജിമ്മിന് പോയിരുന്ന ആളാണ്. അപ്പോൾ അവിടെ നമ്മൾ ജിമ്മിന് പോകുമ്പോൾ കറക്റ്റ് മോഡ് പറഞ്ഞിരുന്നത് ചെയ്യണം, ഇത് കഴിഞ്ഞ് ഇങ്ങനെ അടുത്തത് നമുക്ക് കറക്റ്റ് ജിമ്മിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 2 ആഴ്ച 3 ആഴ്ച നമ്മളോട് കറക്റ്റ് പറഞ്ഞത് ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ പോകും, നമ്മൾ അതേ രീതിയിലാണ് ചെയ്ത് പോയത്. അപ്പോൾ നമുക്കറിയാം ചെന്നേശ എന്താണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ സാരി പറയുന്നത് പറഞ്ഞാലും അങ്ങനെ ആരും പറഞ്ഞു തരാനൊന്നും ഇല്ലാത്ത കാരണം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം കണ്ടിട്ട് ജിമ്മിന് എന്താ പറയുക, ഒന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ജിമ്മിൻ്റെ. അപ്പം ഞങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണം അന്ന് പഠിപ്പിച്ചൊരു 4-5 എക്സസൈസ് ഉണ്ട്, അത് ചെയ്യും. അത് കഴിഞ്ഞ് ത്രെഡ്മില്ല് നടക്കും, സൈക്കിളുമേ. അതാണ് ഞങ്ങൾ ആകെ പോയിട്ട് ജിമ്മിൽ ചെയ്യുന്ന കാര്യം. വേറെ ഒന്നും ഞങ്ങൾ ജിമ്മിൽ ചെയ്യണില്ല. ആദ്യം 2-3 ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞെങ്കിലും പല ദിവസം പലത് പറയുമ്പോൾ ഏതാണ് കറക്റ്റ് ചെയ്ത് പോകേണ്ടത് നമുക്ക് ക്ലിയർ ആക്കി തന്നില്ല. അല്ലെങ്കിൽ ഈ ദിവസം ഇങ്ങനെ കൈമിക്കുകയാണെങ്കിൽ നാളെ കാലിമിക്കുക നമുക്ക്. എനിക്ക് മറ്റു ജിമ്മിൽ അങ്ങനെ ഏതാ ഒരു കറക്റ്റ് പറഞ്ഞു. എനിക്ക് ഒരു 10 വർഷം മുന്നേ ഞാൻ ജിമ്മിന് പോകാറുണ്ട്. അപ്പോൾ ഞാൻ മറന്നു എന്തൊക്കെ ചെയ്യേണ്ടത് ഞാനും മറന്നു. അപ്പോൾ അതിൻ്റോട് കാരണം ഞങ്ങൾക്കിപ്പോൾ സത്യമാണ് ജിമ്മിന് പോകാനായിട്ട് ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ പോവുക അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ആ ജിം ക്ലാസ്സിലൊരു ഉത്തരവാദിത്വം പോലെ എനിക്ക് തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മൾ കാശ് കൊടുക്കുന്ന പോകണം, നമ്മൾ ത്രെഡ്മില്ല് യൂസ് ചെയ്യുക. അതിൻ്റെ കൊണ്ട് നമുക്ക് പോയിട്ട് ത്രെഡ്മില്ല് യൂസ് ചെയ്തിട്ട് വരാം. അഡ്മിഷൻ ഫീസ് 1000 രൂപയും പോയി തരും. നമ്മളെന്താ ചെയ്യുക, ഒരു ഉത്തരവാദിത്വം എനിക്ക് സ്വയം നോർമലായിട്ട് ഫീൽ ചെയ്തു. ത്രെഡ്മില്ല് നടക്കണമെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പോകാൻ ത്രെഡ്മില്ല് നടക്കുക വരിക അങ്ങനെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു ഉത്തരവാദിത്വം ആ ഒരു ജിം ക്ലാസ്സിലില്ലാത്ത എനിക്ക് അവിടെ നിന്ന് ഒരു തടി കുറവും എനിക്കായിട്ട് ഇതായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ ആകുമ്പോൾ നമുക്കവിടെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നു. നമുക്കിപ്പോൾ സ്പെഷ്യൽ ട്രെയിനർ അല്ലെങ്കിൽ അവിടെ പറഞ്ഞു തരാനുണ്ടായിരുന്നു, ഇന്നതുപോലെ ചെയ്യും. പിന്നെ നമുക്ക് ചെന്ന് നമുക്കറിയുന്നതാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അറിവില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ജിമ്മിന് പോയിട്ടൊന്നുമല്ല ഞാൻ തടി പറഞ്ഞത്. ഞാൻ തടി പറഞ്ഞ് എൻ്റെ ഫുഡ് ഡയറ്റിങ്ങിനോടുണ്ട് ഞാൻ തടി പറഞ്ഞിട്ടാണ്. അല്ലാണ്ട് ഒരിക്കലും ജിമ്മിന് നമുക്ക് ആ ക്രെഡിറ്റ് കൊടുക്കും. പലർക്കും ജിമ്മിന് പോയിട്ട് അങ്ങനെ ഗുണവും കാരണം ഉണ്ട്, ടാർഗറ്റ് ചെയ്താലും നമുക്ക് അങ്ങനെ ഒരു ഗുണവും കാരണമൊന്നും ജിമ്മിന്ന് കിട്ടിയില്ല. നമ്മുടെ ഫുഡ് ഡയറ്റിങ്ങിന് തന്നെയാണ് തടി പറഞ്ഞത്. അല്ല ചേട്ടാ തോന്നുന്നുണ്ടോ നമുക്ക് ജിമ്മിന് പോയിട്ടാണ് തടി പറഞ്ഞുണ്ടോ? നമ്മുടെ പ്രതീക്ഷകൾ വിട്ടു. നമുക്ക് ജിമ്മിന് പോകുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിന് പോയിട്ടാണ് നോർമൽ അന്ന് പോയിട്ട് തടി കുറഞ്ഞത്. നല്ല ഒരു 10 കിലോ വെയിറ്റ് വരെ ഞാൻ അന്ന് 10 വർഷം മുന്നേ പോയിട്ട് നന്നായി ഫുഡ് കഴിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ 10 കിലോത്തോളം കുറഞ്ഞു. നല്ലോണം അന്ന് ഫുഡ് ഡയറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് മറ്റുള്ള അസുഖങ്ങളോ ഹെൽത്ത് എത്ര പ്രായം ഉണ്ടോ, 10-27 വയസ്സിലാണ് ഞാൻ അന്ന് ജിമ്മിന് പോയത്. അപ്പോൾ അന്ന് നമുക്ക് ഫുഡ് ഡയറ്റിനായപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഫുഡുകൾ ഞങ്ങൾ കഴിച്ചിരുന്നു. ഞാനും കുഞ്ഞിനായിരുന്നു എല്ലാതും. മാസം ഒരിക്കൽ 1-2 ലക്ഷം എന്തായാലും വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല ഫുഡ് ഞങ്ങൾ 3 ആളേ ഉള്ളൂ നല്ലോണം കഴിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് 10 കിലോ വെയിറ്റ് അവിടെ കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജിമ്മിന് പോയോണ്ട് വെയിറ്റ് എൻ്റെ ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ജിമ്മിന് ഒരിക്കലും ക്രെഡിറ്റിക്ക് കൊടുക്കാൻ പറ്റില്ല. ജിമ്മിന് പോയിട്ടൊന്നുമില്ല, ഫുഡ് കൺട്രോൾ തന്നെയാണ് തടി കുറഞ്ഞ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് കുറേ ആൾക്കാർ വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് ചെയ്ത് എങ്ങനെയാണ് ഫുഡ് കഴിക്കണം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്ന്.
അപ്പോൾ നമുക്ക് ഈ ഡയമ ലൈഫിൽ മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കിയോ ഷോർട്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എനിക്ക് പിള്ളേരും കാര്യങ്ങൾ തിരക്കി എനിക്ക് പറ്റാം എഡിറ്റിങ്ങിന് ടൈം കിട്ടാത്തതാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞാൻ വരുമ്പോൾ അതും ഷെയർ ചെയ്യട്ടെ. ഞാൻ ദിവസത്തേക്കാണ് ഫുഡ് കഴിക്കണേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ രാവിലെ കഴിച്ചാൽ വെറുമായിട്ട് ആദ്യം തേറുകൊണ്ട് കൂടി കഴിക്കും. അത് കഴിഞ്ഞാണ് അവിടെ നിന്നാണ് നമ്മുടെ ഓരോ ഫുഡിൻ്റെ ഡയറ്റും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കണത്. എൻ്റെ ചാനലിൽ കറക്റ്റ് കണ്ടറിയാം. അതേപോലെ ഇന്നലെ വീണ്ടും ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ആ ചുരിദാർ എവിടെ നിന്ന് എടുത്ത് ചുരിദാർ ഇങ്ങനെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ചുരിദാർ എവിടെ നിന്ന് എടുത്തത്. അപ്പോൾ നിങ്ങൾ ശരിക്കും കാണാത്തതുകൊണ്ട് ഇതാക്കിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകണോണ്ടായിരിക്കും നമുക്കത് കാണാൻ പറ്റുന്നത്. ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ ആ ചുരിദാർ എവിടെ നിന്ന് എടുത്തതെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മള് റിലയൻസ് മാറ്റി പിടിക്കുമ്പോഴാണ് ഇനിയിപ്പോ വേറെ പറയാനുള്ളൂ. മാറ്റി പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതേ പറയാം. ഇപ്പൊ ഞങ്ങളുടെ ഏത് ചുരിദാറിനെല്ലാം നിങ്ങൾ ആലോചിച്ച് ഞങ്ങൾ റിലയൻസ് തന്നെയാണ് റിലയൻസ് തന്നെയായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവാം. അപ്പൊ ജിമ്മിന്റെ പവറിലാണ് ഞാൻ ജിമ്മിന്റെ പവർ ഉണ്ടാവണെച്ചെങ്കിൽ അത് ഉത്തരവാദിത്തമില്ലാത്ത ജിമ്മുകളാണ്. ഉത്തരവാദിത്തമില്ല, തീർത്തും പറയാം ഉത്തരവാദിത്തമില്ല. അത് സ്പെഷ്യൽ ട്രെയിനർ സ്പെഷ്യൽ ട്രെയിനർ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കയറി 6000 രൂപയോ 6000 രൂപ നമുക്ക് അതിനുള്ള സാമ്പത്തികമില്ല ഉള്ളത് പറയുന്നത്. അത് പറഞ്ഞ പോലെ എല്ലാരും സ്പെഷ്യൽ ട്രെയിനറെ വെച്ചിട്ടാലൊരു ഇത് അതിന് നമുക്ക് അത്ര താല്പര്യമില്ല. എന്നാലും 1500 റുപ്യക്ക് 1500 മാസം കൊടുക്കട്ടില്ല. ഉള്ളതൊരു കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഞാൻ 1500 ജിമ്മിന് പറയുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ജിമ്മിന് വരുന്നവർക്ക് പറഞ്ഞു സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, നോർമലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതല ഉണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട. പക്ഷേ ഈ മാസം നമ്മൾ വെറുതെ കാശ് കൊടുത്തു പൂർത്തീകരിക്കണം. എനിക്ക് വലിയ താല്പര്യമില്ലാണ്ട് പോകാൻ താല്പര്യമില്ല. സത്യം പറയാം അത് പോകാൻ ഒരു താല്പര്യം കുറവായി. പോയതിനുള്ള ഗുണം എന്താ വെച്ചാൽ വെയിറ്റ് കുറഞ്ഞോണ്ടല്ല. നമ്മൾ പളനിമലക്കൊക്കെ കേറുമ്പോ ജിമ്മില് പോയോണ്ടല്ല നമ്മൾ നല്ല വെയിറ്റ് കുറഞ്ഞു. ആദ്യം നമുക്ക് കിതപ്പായിരുന്നു നടക്കുമ്പോ. അപ്പൊ നമുക്ക് കൊളസ്ട്രോളും കാര്യം നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് കിതപ്പ്. ആദ്യം അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കൊളസ്ട്രോൾ ഇല്ല, നോർമലാണ്. നമ്മൾ നടന്ന് കിതയ്ക്കുമ്പോ എന്താ പറയാ കൊളസ്ട്രോൾ കേട്ടാ അതിന്റെ കേട്ടാ. അപ്പൊ നമുക്കിപ്പോ കൊളസ്ട്രോൾ ഇല്ലാത്തത് നമുക്ക് സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ത്രെഡ്മില്ല് നടന്നാൽ നടക്കാനുള്ള ഒരു ആയാസം. 1.5 മണിക്കൂർ നമ്മുടെ 1 മണിക്കൂർ അവിടെ പോണത് നമുക്ക് ഇവിടെ എവിടെയും നടക്കാൻ പോയാൽ മതി. അത്രേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും 1500 രൂപ കൊടുക്കേണ്ട കാര്യമില്ല. വേറെ ഒന്നുമില്ല. അത് അല്ല വേറെ സ്ഥലം നല്ല സ്ഥലം കണ്ടാൽ നമ്മൾ പോകട്ടെ. അത് വേറെ കാര്യം. ഗീബർട്ടിന്റെ ഓപ്പൺ ആവാത്തതാണ്. ഗീബർട്ടിന്റെ അതായത് നമുക്ക് കുന്നോളത്ത് ആ ഏരിയയിൽ പോയാൽ നമ്മുടെ വണ്ടി ഇടാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് പറഞ്ഞത് ഗീബറിന്റെ വീടിന്റെ അവിടെ ജമ്മു കാശ്മീർ തുടങ്ങി നമ്മൾ അവിടേക്ക് പോട്ടാ. ഞാൻ അന്ന് തന്നെ എനിക്ക് ഗീബറിന്റെ അവിടേക്ക് പോകാൻ താല്പര്യമുള്ളത്. അതിനാണ് വണ്ടി കൊണ്ടിടാൻ സ്ഥലമില്ല എന്നുള്ളൊരു പേരിലാണ്. എനിക്കറിയാം എന്താ വെച്ചാൽ നമുക്ക് അവിടെയുള്ള അവരോട് കിട്ടുന്ന ഒരു സാധ്യത കാര്യങ്ങൾ സംസാരിക്കാനും അങ്ങനെ ഒരു ഇതില്ല. സ്പെഷ്യലായിട്ട് ആൾക്കാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. നമുക്ക് നോർമലായിട്ട് എനിക്കൊരു നെഗറ്റീവ് ഫീലാണ് അനുഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇനി അവിടേക്ക് പോകാനുള്ള താല്പര്യമില്ല ഉള്ളതെന്ന് പറയണം. അങ്ങനെ അപ്പൊ അങ്ങനെ തടി കുറച്ചത് എങ്ങനെയാന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പം തൊട്ട് പോവാണ്. എന്താ ഫുഡ് കഴിക്കുന്നില്ല എന്റെ പോലെ പോയി. നേരെയിൽ എന്നോട് ഡയറ്റ് വിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്താ വെച്ചാൽ അന്നേട്ടന് ക്ഷീണം ഭയങ്കര ബാധിച്ചപ്പോ ഇന്നോട്ട് എന്നോട് വീടിന്റെ കൂടെ ജോയിൻ ചെയ്തു. പക്ഷെ തടി കുറയണോ അതിനേട്ടെ? തടി കുറയണ്ട. എന്റെ ഡയറ്റിൽ തടി കുറയില്ല. എന്റെ ഡയറ്റിൽ തടി കുറയില്ല. എനിക്ക് ഷുഗർ ഫുഡ് കഴിക്കാനായിട്ട് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പിന്നെ 10 കൂടിയുള്ളൂ 175. ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അതെ അതിനുള്ള ഒരു സമൂസയും ഒരു മതെല്ലാം ചായ കുടിച്ചുള്ളൂ. അപ്പൊ ഫുഡ് ശരിക്കും കഴിച്ചു വെച്ചെങ്കിൽ 200 വരും. അപ്പൊ അതിന് എനിക്കൊരു 120-130 വരെ ആക്കണം. അപ്പൊ അതുകൊണ്ട് അതാക്കണ വരെ വീണ്ടും ഡയറ്റിങ് തുടങ്ങി. എന്റെ ഡയറ്റിങ് ഡോക്ടർ 2 വെള്ളയപ്പം കടലക്കറി കഴിച്ചോ? അത് കഴിച്ചാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ തന്നെ കഴിച്ചത് കൂടുതൽ എടുക്കരുത്. ഞാൻ തരുവാനല്ല, അത് മാത്രം കഴിക്കാൻ പാടില്ല. അത് എത്രയെങ്കിലും കുടിച്ചോ. അത് എത്രയെങ്കിലും നമുക്ക് ബ്ലാക്ക് ഗ്രീൻ ടീ വലിച്ചേക്കണം. അപ്പൊ 5 കോഴിമുട്ട കൊഴുക 6 കഴിച്ചാലാ ചുമയിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഈ വെള്ളയപ്പത്തിന് ആദ്യം അരച്ചേക്കട്ടെ കേട്ടോ.
ഇതൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മതിയാവില്ല ഉള്ളൂ. പിള്ളേർക്ക് എന്തെങ്കിലും അമ്മീർത്ത് വറുത്തിനടുത്ത മീനേ അത് കോലം വറുക്കാൻ ടേസ്റ്റ് ഇല്ല കേട്ടോ. കറിക്ക് ടേസ്റ്റ് വറുത്ത ടേസ്റ്റ് ഇല്ല. വറുത്ത ഒരു മരപ്പൂഴും ഫീൽ ചെയ്യുന്നൊക്കെ നമുക്ക് അതെടുത്ത് കറി വെച്ച് വെക്കാം. ഇനി ദിവസം കൂട്ടണ്ട അല്ലേ, അത് കറിയാക്കി വെക്കാം. അപ്പം എന്തായാലും വെള്ളയപ്പം ഉണ്ടാവും കേട്ടോ. ഓക്കെ, വെള്ളയപ്പത്തിന് അരിയിട്ടുണ്ട്. അപ്പം അത് അരച്ചേക്കട്ടെ. അങ്ങനെ നമ്മൾ രാവിലത്തെ പണി സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കടല കഴുകി അത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെള്ളയപ്പത്തിനായിട്ട് ഇട്ടിരിക്കണേ. വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് അരച്ച് വെച്ച് 1 മണിക്കൂർ കഴിയണമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. ആദ്യം പിള്ളേരെ എനിക്കുമ്പോഴേക്കും അത് മാവ് 1 മണിക്കൂർ കൊണ്ട് പൊന്തണമല്ലോ. അങ്ങനെ ഞാൻ ഈ കടല ആദ്യം ഉപ്പൊക്കെ ഇട്ട് വെള്ളക്കടലാണ് വേവിക്കാൻ വെച്ചോട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അരി ഇന്നലെ തന്നെ ഒരു 5-8 പ്രാവശ്യം കഴുകി വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടി കഴുകി അവിടെ വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുണ്ടായിരുന്നുണ്ട്. എന്താ വെച്ചാൽ കുറേ ദിവസം ഒരു കള്ളപ്പം വേണമെന്നുണ്ട്. അപ്പോൾ കള്ളില്ലാത്തതാണ് നമ്മൾ ഈസ്റ്റായിട്ടുള്ള വട്ടയപ്പം പോലെയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് അരി എടുത്തിട്ട് ഞാൻ ചോറ് ബാക്കിയില്ല, ചോറുമില്ല വെള്ളവുമില്ല. അപ്പോൾ ഇത് അരപ്പിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അത് തവ കുറുക്കാന്ന് പറയട്ടോ. എല്ലായിടത്തും എന്താ പറയാന്നല്ല, നമ്മൾ അരി അരച്ച മാവുന്ന ഒരു 3-4 ടീസ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടാണ് കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇത് ചൂടാറിൻ്റെ ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ കേട്ടോ. അരക്കണം എന്നില്ല, നമ്മൾ മാവ് അരച്ചതിൻ്റെ ശേഷം അതിലിട്ടിട്ട് കൈ കൊണ്ടാക്കിയാൽ മതി. പക്ഷേ നമുക്കിപ്പോൾ എളുപ്പം അരച്ചെടുത്താൽ എളുപ്പത്തിൽ പരി കഴിഞ്ഞില്ല. ഇങ്ങനെ കൈ ഇട്ടിട്ട് നന്നായി ഇങ്ങനെ ഉടച്ച് കൊടുക്കണം, അതിൻ്റെ തട്ട പിടിക്കാൻ തിരക്കിട്ടാണ്. അതേപോലെ നമ്മൾ ഈ തവ കുറുക്കുമ്പോൾ കൈ വിടാതെ നന്നായി ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ട ഇങ്ങനെ ആവണം കേട്ടോ. തവ കുറുക്കിയത് കട്ട പിടിക്കാണ്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ തവ കുറുക്കി അത് ചൂടാതെ അപ്പുറത്ത് വെച്ചു. ബാക്കിയുള്ള അരി അതിലിട്ടു. പിന്നെ കുറച്ച് നാളികേര വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നാളികേരം ഉടച്ചപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇനി ഇടേണ്ടത് ഈസ്റ്റ്, ഉപ്പ് ഞാൻ അതിന് ഇട്ടില്ല, കള്ളപ്പം ഉണ്ടാക്കണതിന് ഉപ്പ് ഇട്ടില്ല, ഈസ്റ്റ് ഇട്ടു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നാളികേരം ഇട്ടില്ല അത്. അപ്പോൾ വേഗം നാളികേരം അവിടെ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കേട്ടോ. അപ്പോൾ അത് എടുത്ത് വന്നിട്ട് 2 പിടി നാളികേരം ചെരുകിതിട്ടു. ഞാൻ നന്നായിട്ട് ചാന്ത് പോലെ അരച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ചാന്ത് പോലെ അരച്ചു. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ തവ കുറുക്കിയതില്ലേ അത് ചൂടാറിയപ്പോൾ അതും ഇട്ടിട്ട് തരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളതും നന്നായി അരച്ചെടുത്തു കേട്ടോ. അത് നല്ലോണം മിക്സിയിൽ നല്ലോണം 2 അടി അടിച്ചാൽ അത് നന്നായി ലൂസായി കിട്ടും. അങ്ങനെ ഈ ലൂസായി കിട്ടിയിട്ട് തവ കുറുക്കിയത് അതും അടിച്ചു, അതും ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് രണ്ടും കൂടി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം 2 പാത്രത്തിലാക്കി ഞാൻ മാറ്റി. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ടു, ഒരു എണ്ണത്തിൽ നുള്ളു പഞ്ചസാര ഉപ്പിട്ടിട്ട് ഇത് മാറ്റി. പിന്നെ നമ്മളെ ചുവന്ന പാത്രത്തിലുള്ളതാണ് വെട്ടയപ്പത്തിന് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടു. വെട്ടയപ്പം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട്. വെള്ളയപ്പത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര നുള്ളു ഉപ്പിട്ടു കേട്ടോ. അതിലും ഒരു പിഞ്ച് ഉപ്പ് വെട്ടയപ്പത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൂടിയാണ് മൂടി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ രാവിലത്തെ പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ തൈറോയിഡിൻ്റെ ഗുളിക വെറുതെ വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ തൈറോയിഡ് ഗുളിക എടുത്തു, ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തു, അത് കുടിച്ചു കിട്ടാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെറുവയറ്റിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം വിസിലടിക്കുന്ന നേരം കൊണ്ട് 2 ചെറിയ സവാളയും ഒരു 4-5 വെളുത്തുള്ളി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞു കിട്ടാം. കട്ടിംഗ് ബോർഡ് എടുത്തില്ല, കട്ടിംഗ് ബോർഡ് അതിനായിട്ട് അപ്പുറത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ സലാഡിനൊക്കെ വേണ്ടി കൊണ്ടുവച്ച് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. ഇനി നമ്മളിത് കറി വയ്ക്കുമ്പോൾ വെളുത്തുള്ളി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അപ്പുറത്ത് വെളുത്തുള്ളി എടുത്തോടുന്നു, അത് ഇട്ടോട്ട്. ഇഞ്ചി ഇടില്ല കേട്ടോ. വെള്ളക്കടല കറിയിൽ ഞാൻ ഗ്രീൻ പീസ് കറിയിലൊന്നും ഇഞ്ചി ഞാൻ ചേർക്കാറില്ല. ഇങ്ങനെ വെള്ളക്കടലേക്ക് വെളുത്തുള്ളി മാത്രം. അങ്ങനെ നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് വെളുത്തുള്ളി സവാളയും കൂടി ഇട്ടു. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വാടി വരണം കേട്ടോ. നന്നായി വാടി വരുമ്പോൾ നമ്മൾ പൊടികളായിട്ട് അധികം സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് ഒരു തക്കാളി അരിയാൻ മറന്നിട്ടുണ്ടായിരുന്നു. 2 തക്കാളി കൊടുത്തിരുന്നു, അപ്പുറത്ത് അരിയുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ സവാള വന്ന് നോക്കിയപ്പോൾ ഏകദേശം ഇങ്ങനെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിട്ട് കൊടുത്ത് അത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കുത്തുമണൊക്കെ മാറണമായിരിക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു വലിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അത് നന്നായി ഉടച്ച് നമ്മളതിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തവരില്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പികൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ വേവിച്ച കടല നന്നായിട്ട് കുറച്ച് കടല ഒരു പകുതി ഒരു കാവശം കടല കയ്യിലോട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് പെട്ടെന്ന് ഒരു കൊഴുപ്പുണ്ടാവും കേട്ടോ. അങ്ങനെ പകുതി
കടലൊരു കാവശം നമ്മളിങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് അതും കൂടി ഇട്ട് നന്നായി ഇളക്കാം. അതിലേക്ക് പിള്ളേർക്കില്ല ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യണം കേട്ടോ. അതിനെ കുടിച്ചാലോ ഇതാ അങ്ങനെയുള്ളത്. അപ്പം കമൻറ്റ് വന്നിട്ട് ഇരുന്നിട്ട് ചേച്ചി വേണം വെള്ളം കുടിക്കാൻ. നമുക്ക് ഇരുന്ന് വെള്ളം കുടിക്കാനുള്ള ടൈമൊന്നും ഇല്ല. ആ വെള്ളം കുടിക്കുമ്പോൾ എവിടെ ഇരുന്ന് കുടിക്കണം. എന്നാലും എനിക്ക് വെള്ളം കുടിക്കുന്ന എഴുതി ഇരുന്നില്ല. അപ്പം കമൻറ്റ് വന്നതാ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് കുടിക്കണം. നമുക്ക് ഇരുന്ന് കുടിക്കണം. നിന്ന് ഊതി ഊതി കുടിക്കണം. എനിക്ക് ഇതുവരെ ക്ലാസ് ഉണ്ടാവും. ചൂടുണ്ടോ? കറിവേപ്പില ഇട്ടുണ്ട്. കറിവേപ്പില ഇട്ടുണ്ട്. എന്താ കൂട്ടാൻ ഇപ്പത്തെ കറിവേപ്പില മേടിക്കുന്ന കറിവേപ്പില ഇട്ടിട്ട് കാര്യട്ടോ വിഷം. അതിനൊന്നും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ബാത്റൂമിലോ? ആ കറക്കം ബാത്റൂമിക്കാ തോന്നി. നല്ല ഏറ്റവും ഇഞ്ചി കേട്ടോ. പിന്നെ അതന്നെ ഇപ്രാവശ്യം മഞ്ഞപ്പൊടി പൊടിപ്പിച്ചതിൽ മഞ്ഞപ്പൊടിയിൽ ഒരു എരിവുണ്ട്. പിന്നെ മുളക് പൊടിപ്പിച്ചതിൻ്റെ അതിൽ പൊടിച്ചുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, എരിവുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തോടെ. ഇതിൽ നമ്മൾ ഇട്ടത് എന്താണെന്ന് അറിയാലോ, മഞ്ഞപ്പൊടി, നാരങ്ങ, ചെറുനാരങ്ങ, കുറച്ച് തേൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തേനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ കുറച്ച് വയ്ക്കും അതിൻ്റെ ഒരു പേര്. അപ്പോൾ കുറച്ച് ഒരു ടീസ്പൂണോട് തേൻ ഞങ്ങൾക്ക് രണ്ടാം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മഞ്ഞപ്പൊടി വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് നാളികേരപ്പാലിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ അതും കൂടി വെച്ചപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. കാണാൻ മാത്രമേ യോഗമുള്ളൂ, തിന്നാൻ യോഗയില്ല. കാണാൻ മാത്രമേ യോഗമുള്ളൂ, തിന്നാൻ യോഗയില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിലും കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അവിടുത്തെ ഫുഡ് കേട്ടോ. ഞാൻ 2 കോഴിമുട്ട വയ്ക്കും, അഞ്ഞായിരുന്നു 2 കോഴിമുട്ട വയ്ക്കും. പിന്നെ ഈ സലാഡ് ഞങ്ങൾക്ക് 2 ആൾ കൂടിയിട്ടുള്ള സലാഡാണ് കേട്ടോ. അതാണ് ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ആദ്യം നമ്മളതിങ്ങനെ കുറച്ച് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ തടിയും വെക്കിൻ്റെ സമാധാനമുണ്ട്, വയറൊന്നും അറിയില്ല കേട്ടോ. എല്ലാവരും സംശയമാറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ രാവിലത്തെ നമ്മുടെ ഫുഡ്. അപ്പുറത്ത് നല്ല വെള്ളയപ്പും കടലക്കറി കണ്ടിട്ട് ഇതിരുന്ന് കഴിക്കണം ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത അവസ്ഥ കേട്ടോ. സാരില്ല, എന്തെങ്കിലും ഇതൊക്കെ മാറി മറിയെന്ന് വിചാരിക്കുക. അപ്പം ഇന്നത്തെ കടലക്കറി കഴിക്കാൻ പറ്റും. ഇന്നത്തെ കടലക്കറി ഞാൻ ഉണ്ണുകൾക്കായിട്ട് കുറച്ച് ഹെവി ആയിട്ടെല്ലാം ഉണ്ടാക്കിയിരുന്നു. നമുക്ക് ആ മക്കളൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കോഴിമുട്ട, പക്ഷേ എനിക്കിങ്ങനെ കോഴിമുട്ട പുഴുങ്ങിയത് എരിവില്ലാണ്ട് കഴിക്കാൻ ഇഷ്ടമില്ല. അല്ലെങ്കിൽ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം യോജിപ്പിച്ച് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ പുഴുങ്ങിയത് കഴിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഒരെണ്ണം എങ്ങനെയൊക്കെയോ കടിച്ച് ചിറക്കി പിന്നെ ഞാൻ കഴിക്കുമ്പോൾ തുണ്ട് അച്ചാറുണ്ട് തൊട്ട് നക്കിയിട്ട് ഞാൻ കഴിച്ചേട്ടാ. ഇങ്ങനെ എൻ്റെ ഫേസ് തന്നെയാണ്. നമുക്ക് കോഴിമുട്ട അങ്ങനെ കറിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ വെറുതെ പുഴുങ്ങിയത് കഴിക്കാൻ അത്ര ഇഷ്ടമില്ല. പിന്നെ എനിക്ക് ബുൾസ് ചെയ്യുമ്പോൾ പിന്നെയും ഇഷ്ടം. ഇങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഉണ്ണികൾക്കുള്ള വെള്ളയപ്പത്തിൻ്റെ മാവ് പൊന്തിയോ നോക്കിയപ്പോൾ അത് ഏകദേശം ഉണ്ണിയുടെ വെള്ളയപ്പ മാവൊക്കെ പൊന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ട 1 മണിക്കൂർ കണ്ടോ. അടിപൊളി വെള്ളയപ്പമാണ്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂടെ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനത്തെ ഒരു വെള്ളയപ്പത്തിൻ്റെ കൂട്ട്, ഭയങ്കര ടേസ്റ്റായിട്ടാണ്. അങ്ങനെ ഞാൻ വെള്ളയപ്പ ചട്ടിയിലല്ലാട്ട് ഉണ്ടാക്കുക. സത്യം എനിക്ക് വെള്ളയപ്പ ചട്ടിയേക്കാളും ഇങ്ങനെ ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ എൻ്റെ വെള്ളയപ്പ ചട്ടി കേടായി ചെയ്തു. പിന്നെ ഞാൻ അതിന് ഇത്ര ഇൻട്രസ്റ്റൊക്കെ മേടിക്കാത്തതിൻ്റെ കാരണം എനിക്കിങ്ങനെ നടുവശം മാത്രം കുറച്ച് കട്ട് ചെയ്തെടുത്ത് സൈഡ് വശമൊക്കെ ഇങ്ങനെ കനം കുറച്ചെടുക്കും കേട്ടോ. ഒരു വെള്ളയപ്പത്തിൻ്റെ പോലെ തന്നെ കുഴിഞ്ഞെടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വെള്ളയപ്പത്തിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ. നടുവശം കട്ട് ചെയ്ത് സൈഡൊക്കെ നല്ല കനം കുറച്ച് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി വെള്ളയപ്പമാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നാളികേരത്തിൻ്റെ അതിൻ്റെയൊക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി വെള്ളയപ്പമായിരുന്നു. പക്ഷെ നമുക്ക് കഴിക്കാൻ യോഗില്ല. വെള്ളയപ്പം ഉണ്ടോ, അതായത് ചുറ്റുവശം നല്ല കനം കുറഞ്ഞിട്ട് നടു പൊള്ളച്ചിട്ടാണ്. അല്ലാതെ ദോശ തട്ടിലുണ്ടാക്കണ പോലെ അത് ദോശ തട്ടല്ല, വെള്ളയപ്പം തട്ട്. പിന്നെ ഇതെങ്കിലും വെള്ളയപ്പം മതി. പക്ഷേ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ സൈഡ് മൊത്തം ഇങ്ങനെ കനം കുറച്ചിട്ട് നടു മാത്രം കുറച്ച് കട്ടിയാക്കട്ടെ. അപ്പോൾ അതാണ് വെള്ളയപ്പം.
ഓ കഴിക്കാൻ കൊതിയുണ്ടല്ലേ? സത്യം എന്തൊരു സോഫ്റ്റ് ആണെന്നറിയോ? അതായില്ല എന്തൊരു സോഫ്റ്റ് വെള്ളയപ്പാന്നറിയോ? ഇതില് ഏറ്റവും ടേസ്റ്റ് എന്താ പറയാ, കുറച്ച് നാളികേരപ്പാല്, കുറച്ച് ഞാൻ കറിക്കോളാം, നിങ്ങൾ കറിക്കാൻ നോക്കും. കുറച്ച് നാളികേരപ്പാല് ഒഴിക്കുക, എന്നിങ്ങനെ പൊട്ടിച്ച് വയ്ക്കുക. തടിയൊക്കെ കുറച്ചതിന് ശേഷം വേണം എനിക്കങ്ങനെ കഴിക്കാൻ. കൊണ്ട് കഴിച്ച എൻ്റെ മക്കൾക്ക് കൊടുക്കും. അപ്പം എന്നോട് കമൻറ്റ് വന്നിട്ടുണ്ട്, ചേച്ചി വീണ്ടും തടി വെച്ചു, അതായത് അമ്പലത്തിൽ ഊണ് കഴിച്ചു എന്ന് പറഞ്ഞ ഒരു വീഡിയോയിലാണ് ചേച്ചി ഊണ് കഴിക്കുന്നത്. വീണ്ടും തടി വെച്ച ശേഷം ഞാൻ തടി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ എവിടെന്നെങ്കിലും ഊണ് കഴിച്ചാൽ പിന്നെ ബാക്കി അവിടെ നിന്നുള്ള നേരം ഞാൻ പട്ടിണിയിലും കിടക്കും, അങ്ങനെ ഡയറ്റാക്കും. ഞാൻ ഊണ് കഴിച്ചാൽ ഞാൻ വെയിറ്റ് കുറഞ്ഞു വരാന്നല്ലാണ്ട് ഈ നിമിഷം വരെ വെയിറ്റ് തരി പോലും അങ്ങോട്ട് കൂടിയിട്ടില്ല. വെള്ളക്കറി ചിക്കൻ മേടിക്കണം, ചിക്കൻ മേടിച്ചിട്ട് നാളെ ഉണ്ടാക്കിയാലേ ഞാൻ വെള്ളക്കറി. ചിക്കൻ വിളിച്ച് പറയാം നമുക്ക് 2 കിലോ. മീൻ എന്തായാലും തീറ്റ ഉണക്കാനായിട്ട് കയ്യിൽ തൈലുണ്ട് ഇതോടത്തൂടെ. അങ്ങനെ എന്തായാലും പിള്ളേർ കുഞ്ഞീത് വെച്ചാൽ ഭയങ്കര ചെറിയ റോബസ്റ്റ്. അപ്പം എന്തായാലും അങ്ങോട്ട് വരികയല്ലേ, അത് പടക്കായ ചെറുതോ. അപ്പം നമ്മൾ ഓരോ റോബസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഷുഗറൊന്നും കഴിക്കാതാണ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറും കാര്യം കുറേ സാധനം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് പറയണേ, എനിക്കറിയില്ല. ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാത്ത ഒരാളായിരുന്നു, ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടൊക്കെ. ചെറുതായതുകൊണ്ടിട്ട് രണ്ടെണ്ണം കഴിക്കണല്ലോ, കുഴപ്പമില്ലാത്ത ഒരു പണിക്ക് വരണമൊക്കെ കഴിക്കുള്ളൂ. ഇത് വളരെ ചെറുതാണ് കേട്ടോ, ഇതുമില്ല തൊടവില്ല. അനുവന്റെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ ഏകദേശം കഴിക്കണം കേട്ടോ. ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഷുഗർ ലോ ഷുഗറിലായ പ്രശ്നമാണ്. അതിന് മാത്രമൊന്നും ഇല്ല, ചോറൊന്നും ഉപേക്ഷിച്ചാൽ എന്നാലും ആരും ചോറ് തന്നെ ഷുഗർ തന്നെ. അങ്ങനെ മധുരങ്ങളൊന്നും അധികം കഴിക്കില്ല, ചായയിൽ മധുരമിട്ട് കുടിക്കാറേ ഇല്ല. അപ്പം പിന്നെ എൻ്റെ ഷുഗർ എന്നത് ചോറ് കഴിച്ചിട്ട് വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഷുഗറുള്ള ഫുഡ് കഴിക്കുന്നത്. പഴൻ്റെ റോബസ്റ്റ് കുറച്ച് എന്തായാലും ഒരെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അത് എനിക്കതിന് ഇഷ്ടമില്ലാത്ത ആളാണ്, പഴമൊന്നും ഞാൻ കഴിക്കാറില്ല. റോബസ്റ്റ് ഇഷ്ടമാണ് എപ്പോഴെങ്കിലും 1-2 അതിനപ്പുറം ഈ മാസത്തിലൊരിക്കൽ ഒരെണ്ണം കിട്ടിയാൽ തിന്നതിന് മതി മടുക്കുന്നതാണ്. അത് കുഴപ്പമില്ല, പാട്ടാ വന്നത്. വെള്ളയപ്പം കണ്ടിട്ട് കൊതിയാവണ്ടോ? എനിക്ക് കൊതി തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് കൊതി തോന്നാത്തൊരു ആരുണ്ടാവാ? നല്ല വെള്ളയപ്പം അറിയാം, നല്ല സ്മെൽ. വെള്ളയപ്പത്തിന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് മൊത്തം നിങ്ങൾക്ക് കൊണ്ടുപോകണം. എങ്ങനെയുണ്ട് വെള്ളയപ്പം? കുറേ നാളുകളായിട്ട് വെള്ളയപ്പം കുറേ ഇത് കൊണ്ടൊക്കെ മൊത്തം ഉണ്ടോ നിൽക്കുന്നതന്നെയുള്ളൂ, അതിൻ്റെ അത്ര ഉള്ളൂ. കുറേ നാളിന് ശേഷം സൂപ്പർ വെള്ളയപ്പം. കുറേ നാളെ നല്ല സോഫ്റ്റ് വെള്ളപ്പം. വയലിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്രം 2 വെള്ളപ്പം ഇങ്ങനെ കാണും പ്ലേറ്റ് ആയിട്ട് കാട്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ വെട്ടയപ്പത്തിന് മാവ് അരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ പൊന്തിച്ച് നോക്കിയപ്പോൾ അതാ മാവ് ഒരു തുള്ളി ഉണ്ട് കേട്ടോ, പൊന്തി വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. മാവ് അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ അതേ കൂട്ടിന് അതേ മാവ് തന്നെയാണ് കേട്ടോ. അതിൽ പഞ്ചസാര കുറച്ച് കൂടുതലിട്ട് ഇളക്കി എന്നുള്ള അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പകരം കള്ളാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതിൽ ഞങ്ങൾ നാളികേര കൊത്തിടും. ഏലക്കായ ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഏലക്കായ എനിക്കിഷ്ടമില്ല, കള്ളപ്പത്തിനോ വെള്ളയപ്പത്തിനൊന്നും എനിക്ക് ഏലക്കായ ഇഷ്ടമില്ല. കിണ്ണത്തപ്പത്തിന് ഞാൻ ഏലക്കായ പൊടിക്കും, കള്ളപ്പത്തിന് ഏലക്കായ ഞാൻ പൊടിക്കില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു കള്ളപ്പത്തിൻ്റെ ഫ്ലേവറും ടേസ്റ്റിൻ്റെ ഫ്ലേവറും മാറി കിട്ടും. അപ്പോൾ
എൻ്റെ പ്ലേറ്റ് എൻ്റെ ഇഡ്ഡലി ചെമ്പിൽ കൊള്ളിൽ ചെറിയ ഇഡ്ഡലി ചെമ്പായിക്കണം ഞാൻ ചെറിയ കുണുക്കൻ്റെ ചോറ്റും പാത്രം കിട്ടിയിട്ട് അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ ഈ കള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ചോറ്റും പാത്രം ഉണ്ട്, അത് കാണാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കിട്ടിയിട്ട് തൈരാക്കിയിട്ട് ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അങ്ങനെ പിന്നെ അടുത്ത വരെ നമ്മൾ മീൻ കറി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ മീൻ കറിക്ക് നമ്മളൊരു 2-3 പിടി നാളികേരം ചെരിയിട്ടിട്ടുണ്ട് കേട്ടോ. മീൻ കുറച്ച് കൂടുതലാണ്. 3 പിടി നാളികേരം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. കാശ്മീർ മുളക് പൊടി ചില്ലിയിരുന്നില്ല, സാധാ വീട്ടിൽ പഠിപ്പിച്ച മുളക് പൊടി കൂടി നന്നായിട്ട് ചോന്ത് പോലെ അരച്ച് വന്നു കേട്ടോ. അപ്പോൾ ആ അരപ്പാണ് നമ്മൾ മീൻ കറിയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് ലൂസാക്കാമല്ലോ, അപ്പോൾ കുറച്ച് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി മീനിൽ ഞാൻ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കഴുകിയതിൽ ഞാൻ കുടംപുളി ഇട്ട് വെച്ചിട്ട് കറിവേപ്പില ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇട്ടത് ഇഞ്ചി ചുവന്നുള്ളി ഇട്ടാൽ. പിന്നെ നമ്മളൊരു തക്കാളി ഇങ്ങനെ വെറുതെ വട്ടനെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മീൻ കറി നമ്മൾ എന്നും ഒരേ ടേസ്റ്റിൽ ഉണ്ടാക്കിയത്. ഞാൻ ഇവിടെ മീൻ കറി എന്നും ഒരേ ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് വേറെ വേറെ ടേസ്റ്റിൽ ഉണ്ടാക്കട്ടെ. ചിലപ്പോൾ പിള്ളേർ പറയും ഒരു ദിവസം ഉണ്ടാക്കാൻ ഇതന്നെ നാളെ ഉണ്ടാക്കൂ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ വേറെ വേറെ ടേസ്റ്റിൽ ഉണ്ടാക്കാട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി അടുപ്പത്തായി. എളുപ്പത്തിന് എത്ര പെട്ടെന്ന് എനിക്ക് മീൻ കറി ആയത്, കുറേ നേരത്തെ പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളടുത്തത് ഉപ്പേരിക്കുള്ള അരപ്പാട്ട. അപ്പോൾ നാളികേരം ഒരു 1.5 പിടി നാളികേരം ഇട്ടു, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാം. ഈ സമയത്ത് ഞാൻ സത്യം പറഞ്ഞു മുളക് പൊടി ഇടാൻ മറന്നു പോയതാണ്. മുളക് പൊടി ഇടാം. പിന്നെ നല്ല കാന്താരിമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ മിനി ചേച്ചി തന്ന കുറച്ച് കാന്താരിമുളകൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയിട്ടു. പക്ഷേ അത് എരിവില്ല, പക്ഷേ എന്നാൽ കുഴപ്പമില്ല, നല്ല മുളകല്ലേ. അപ്പോൾ അത് കഴുകി വന്നിട്ടു, അതൊന്ന് ചതച്ച് കൊടുത്തിട്ട് അത് ചതപ്പോൾ അപ്പുറത്ത് വെച്ചു. ആ മിക്സിയുടെ ജാറിലാണ് ഞാൻ വെച്ചു കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരു 3 ടീസ്പൂൺ നാളികേരം, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ നമ്മളിതിലിടുന്നത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നല്ല ജീരകം, പച്ചമുളക്, ഇതൊക്കെ ഇട്ടതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തൈര് ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയുടെ കൂട്ട് റെഡി ആയിട്ട്. പിന്നെ നമുക്കത് കാച്ച വേണ്ട, എത്ര പെട്ടെന്നല്ലേ നമ്മുടെ പുളിശ്ശേരിയാണ്. പക്ഷേ ഞങ്ങളുടെ തൃശ്ശൂർക്കാർക്ക് ഈ കറി ഇല്ലാത്ത പുളിശ്ശേരി എന്നുള്ള കറി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മീൻ കറിയുടെ ചാറിൻ്റെ ഒപ്പം ഈ പുളിശ്ശേരി കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലായാലും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം പുളിയുള്ള തൈര് എടുക്കരുത്. പുളി കുറഞ്ഞ് നല്ല തൈരും ഓരോ വേണം എടുക്കാം കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നന്നായിട്ട് ഇത് അരച്ചുകൊണ്ട് ഇടട്ടെ. ഇതാണ് നല്ല ജീരകമാണ് ഇടേണ്ടത് കേട്ടോ. നല്ല ജീരകം ഇട്ടു. പിന്നെ കാച്ചി കൊട്ടി കഴിഞ്ഞാൽ കുറച്ച് ഉലുവപ്പൊടി ഇടാം കേട്ടോ. നമ്മൾ കാച്ചുമ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കള്ളപ്പം പുറത്തായിട്ടാണ്. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ച് വെച്ചപ്പോണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് കണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ ഞാൻ ഉണ്ണികൾക്ക് ട്യൂഷൻ എടുക്കാൻ ഒരു കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് 1 മണിയാകുമ്പോൾ ട്യൂഷൻ ഉണ്ട്, കുണിക്കും. അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു 1 മണി തൊട്ട് ഒരു 3:30 വരെ ട്യൂഷൻ എടുക്കും കേട്ടോ. അപ്പോൾ ആ ട്യൂഷൻ്റെ ടൈം അങ്ങനെ ഉണ്ണികൾക്ക് കൊണ്ട് കൊടുത്തില്ല, അത് അവിടെ വെച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു 4-5 ചുവന്നുള്ളൊക്കെ അരിഞ്ഞു. പിന്നെ നമ്മുടെ ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. ആദ്യം കടുക് പൊട്ടിച്ചു, മുളക് ഇട്ടു, കറിവേപ്പിലിട്ടു. പിന്നെ നമ്മൾ കൊടപ്പെന്ന് പറയും, മാണി എന്ന് പറയും, വാഴയുടെ കൂമ്പില്ലേ, അതിട്ടു. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ ചതപ്പിൽ അത് ഇട്ട് കൊടുത്തു. പിന്നെ ചെറുപ്പയർ കേട്ടോ, പച്ചപ്പയർ ചെറുപ്പയർ അത് ഇട്ട് കൊടുത്തു. അത് വേവിച്ചതാട്ടോ, ഒന്ന് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചപ്പോൾ നമ്മുടെ ഉപ്പേരി സെറ്റായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചെറുപയർ നമ്മൾ ഡയറ്റിൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കയറണം നല്ലതാട്ടോ. പക്ഷേ എനിക്ക് ഈ എരിവൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെ മുളക് കുറവാണ്, എരിവ് കുറവാണ്, കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ട്. അപ്പോൾ കുഴപ്പനായാലും ചെറുപ്പയറായാലും നമ്മുടെ ശരീരത്തിന് നല്ലതാട്ടോ. അപ്പോൾ ദേ വട്ടയപ്പം വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് ചെത്തപ്പന ഈ വട്ടയപ്പം ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ കുണുക്കനോട് വെച്ചത് ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ വെച്ചിട്ട് വെള്ള ചിക്കൻ കറി അവന് ഭയങ്കര ഇഷ്ടം. ഈ വട്ടയപ്പം വെള്ളം ചിക്കൻ കറി കൂടി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒരു വീഡിയോയിലും കൂടി ഇടാം കേട്ടോ. വട്ടയപ്പത്തിൻ്റെ നല്ല കള്ള് മേടിച്ചിട്ടുള്ള വട്ടയപ്പട്ടാ. പിന്നെ നമുക്ക് വെച്ചിക്കാണ്ടിരിക്കുക ചിയ സീഡിൽ ആ സീഡ് കുറച്ച് നേരം കുതിർത്തി അത് ഗ്ലാസ് കുടിക്കട്ടെ എന്ന് വെച്ചാൽ നമുക്ക് വിശക്കരുതല്ലോ, വയറ്റിൽ എന്തെങ്കിലുമൊക്കെ കനത്തിൽ കിടക്കണ്ടേ. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇത് അനിയേട്ടൻ്റെ ഗ്ലാസ് ഒഴിച്ച് വെച്ച് അനിയേട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയേട്ടനോട് ഞാനത് കുടിച്ചു, അനിയേട്ടനായിട്ട് വിളിച്ചപ്പോൾ അത് അനിയേട്ടൻ വന്ന് കുടിച്ചു കേട്ടോ. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചു, അതിലേക്ക് നമ്മൾ മുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു, നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് എണ്ണ തിളച്ചിരിക്കാണ്ട് നമ്മൾ തൈര് വെച്ചത് തൈര് പെട്ടെന്ന് പിരിയും. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ അത് വെള്ളത്തിലേക്ക് എണ്ണിട്ട് ഞാൻ തൈര് വെച്ചപ്പോൾ നമ്മുടെ തൈര് കറി പിരിയില്ല. പിന്നെ നേരെ ഒരു ചൂടാക്കി വന്നിട്ട് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ആയി കഴിഞ്ഞിട്ട് അങ്ങനെ ആ പണിയോടൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ
അടുക്കള ക്ലീനിങ്ങിൻ്റെ ഇതിലാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് സത്യം കുറേ നേരം അടുക്കള നിൽക്കണം വയ്യ, ഞങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി കിടക്കാമെന്ന് വെച്ചിട്ടുള്ള സത്യം പറയാൻ ഭയങ്കര ശരീരവേദനയും തണ്ടൽ വേദനയും ഇപ്പോൾ അസുഖങ്ങളിലുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് പകുതി സമാധാനം. പക്ഷേ ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡായിട്ടില്ല. അപ്പോൾ ഞാനിത് ഉച്ചത്തേക്കുള്ള ഞങ്ങൾക്കുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ കഴിച്ചത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ചോപ്പറിൽ ഒരു സബോളയും ഒരു പകുതി ക്യാരറ്റ് ഒരു 4-5 പച്ചമുളക് ഇട്ട് വെളിച്ചെണ്ണ ചതച്ചത് അതിട്ടു. അതൊന്ന് വാടി വരുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടു. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ചെറിയ കപ്പ് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ബെൻസ് റവ എന്നിട്ട് റവ കിട്ടും നമുക്ക് മേടിക്കാൻ. ഈ ഈസ്റ്റേൺ എലൈറ്റിൻ്റെ ഈ ബെൻസ് റവ അങ്ങനെ എന്തോ തോന്നുന്നു, ആ റവയാണ് കേട്ടോ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കണം. അത് ഇട്ടു. നമ്മളൊരു 10 മിനിറ്റ് അതൊന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചാൽ നമ്മുടെ ഉപ്മാവ്. അപ്പോൾ അതിന് ഫാറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫാറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കത് സമാധാനത്തിൽ തരി കഴിക്കാമല്ലോ. പിന്നെ അതിനായിട്ട് ഡയറ്റിങ് ഉള്ളപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഞാൻ മാത്രമുള്ള വെച്ചാൽ വല്ല ഉപ്പേരി മീനിൻ്റെ ചാറാനും മീനിൻ്റെ കഷ്ണം മാത്രം കഴിച്ചിട്ടിരിക്കും, വേറെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു, അടുക്കള ക്ലീൻ ആയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, കുഞ്ഞ് വന്ന് കഴുകി അടുക്കള തുടച്ചിട്ട് തന്നുകൊണ്ട് ഈ അടുക്കള ഞാൻ തുടച്ചു. അപ്പോൾ അതിന് പുളിശ്ശേരിയായി. പുളിശ്ശേരി പിന്നെ ഇതേ നല്ല നാളികേരം അരച്ച് കുടംപുളി ഇട്ട കോലമീൻ്റെ കറി ഇട്ട ഭയങ്കര ടേസ്റ്റുള്ള കറിയായിരുന്നു. പിന്നെ നമ്മൾ രാവിലത്തെ കടലക്കറി ഇട്ടത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ വട്ടയപ്പത്തിന് നമ്മുടെ ഉപ്പേരി ഇട്ട നമ്മൾ ചെറുപ്പയറും മാണിയൊക്കെ വേണ്ടി ഉപ്പേരി വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്മാവും ഒക്കെ കൂടി. ഇപ്പം നമ്മുടെ ഉച്ചത്തെ ഫുഡ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി രാത്രിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞ് 2 മണിക്ക് വരുമ്പോൾ നമ്മൾ സ്നാക്സ് ആയിട്ട് ഒന്നും കഴിക്കില്ല. 2 അണ്ടിപ്പരിപ്പ് ഒരു പിസ്ത അങ്ങനെ എന്തെങ്കിലും കഴിക്കും കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെജിറ്റബിളും ഫ്രൂട്ട്സും കൊണ്ടിട്ടുള്ള സലാഡാണ് രാത്രി കഴിക്കുക. അപ്പം ഇന്നത്തെ രാത്രിത്തെ വീഡിയോ നാളെ ഡയറ്റ് ചെയ്യേണ്ടി ഞങ്ങൾ എന്താ കഴിക്കണേന്ന്. അങ്ങനെ ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡായിട്ട് കുറച്ച് ഉപ്മാവുണ്ട്, ഉപ്പേരി, മീൻകറി, ഒരു മുട്ട കേട്ടോ. ഇതിന് ഇലയിടുന്നുള്ളൂ. കഴിച്ചാലാ ഉള്ളത് എപ്പോഴായാലും ഞങ്ങളെല്ലാം കഴിക്കണ്ടേ. വിശന്നിട്ടാണ് ശരിക്കും നല്ല വിശപ്പ്, ശരിക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാൻ പോകട്ടോ. വിശക്കുന്നുണ്ട്. ആ കോഴിമുട്ട പിന്നെ അവിടെ ഇരുന്നത് പകുതി ഞങ്ങൾ 50 അടിച്ചു, അത്ര ഉള്ളൂ കേട്ടോ. വേണ്ട ആവശ്യമില്ല, രാവിലെ കഴിച്ചതാ. പിന്നെ ബാക്കിയുള്ള കളയേണ്ട 3 കോഴിമുട്ട നമുക്ക് കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ കഴിച്ചു എന്നുള്ളൂ. അപ്പോൾ അതേ രസം നോട്ടട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ടേസ്റ്റ് നോക്കി ഒന്നും തിന്നാൻ പറ്റില്ല. അങ്ങനെ കുഴപ്പമില്ല. നല്ല മീൻകറി കഴിക്കണം. ഒന്ന് വീട്ടിലെടുത്തില്ലോ. അല്ലാതെ സൈഡായിട്ടൊന്നുമല്ല കേട്ടോ. നമ്മൾ മാറി 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 മടുക്കും. ഇത് പഞ്ചായത്തിലാണ് ഇത്ര വിസ്തരിച്ചിട്ടുള്ള ഡൈറ്റിങ്. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ തട്ടിവിട്ടിട്ടുള്ളതാണ്. അല്ല എന്നൊരെണ്ണം കഴിച്ചു മടുക്കും. അപ്പോൾ ചില ദിവസം നമ്മൾ കുറച്ച് ഇപ്പോൾ രാവിലെ ഒന്നും പ്രത്യേകിച്ച് ഹെവി ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പേരി കാര്യങ്ങളൊക്കെ ആവാന്ന് വെച്ചു. വിശപ്പ്. പിന്നെ നമ്മുടെ ശരീരത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നാളികേരമൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. എന്താ വെച്ചാൽ നമ്മുടെ ഹെയർ ഉള്ളത് ഹെയർ കൂടി കൊഴിഞ്ഞു പോകും. നമ്മൾ തലയ്ക്ക് അങ്ങനെയാണ് പറയണത് കേട്ടോ. ഫുഡ് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിട്ട് ഭയങ്കരമായിട്ട് പിന്നെ നമ്മൾ അതിനൊക്കെ പകരം ഡ്രൈ ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓയിലും നാളികേരം ഒക്കെ വേണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ ഉള്ളത് തന്നെയാണ്. ചെറുപ്പയറും മാണിയും അല്ലേ, നല്ല തലായിരുന്നു. ഫാനുണ്ടായിരുന്നു, ചൂടിട്ടില്ല.